രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 10ാമത്തെ ദശകമാണ്, 6ാമത്തെ ശ്ലോകമാണ്, 102ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പുള്ളതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിനകത്തുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ രാധ, കണ്ണൻ്റെ രാധ, നിരവധി പുതുമകളുമായി ഒന്നേന്ന് തുടങ്ങിയിരിക്കുകയാണ്. കണ്ണൻ്റെ രാധ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ചൊവ്വാഴ്ച. എല്ലാ ബുധനാഴ്ചയും ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്സാണ്. എല്ലാ വ്യാഴാഴ്ചയും ജയദേവ കവിയുടെ ജീവചരിത്രം, അതായത് അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ അസാമാന്യമായ ജീവിതമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് കേൾക്കുക. ചിലർ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ കൊല്ലത്താണ്, നിങ്ങൾക്ക് വരാം. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. ദൂരെയുള്ളവർക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. എന്തെങ്കിലും വിശദമായി അറിയണമെങ്കിൽ 9645333999 എന്നതാണ് നമ്പർ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്നെ വിളിക്കാവുന്നതേ ഉള്ളൂ. അതേ കണക്ക് ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ 9645333999 വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും കേട്ടിരിക്കണം. ഹിന്ദുക്കൾ അറിയേണ്ടവ, നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ, രാധികാ കവചം 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ രാധാ മാനസതന്ത്രമുണ്ട്, അതും നിങ്ങൾ കേൾക്കണം. ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിച്ചിട്ടുണ്ട്. ഭക്തമീരയുടെ കഥയുണ്ട്. അതേ കണക്ക് തന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്നും രാവിലെ പോസിറ്റീവ് എനർജി കിട്ടുന്ന മോർണിംഗ് മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ
ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ ഉണ്ട്, നിശ്ചയമായി നിങ്ങൾ മറക്കാതെ കാണണം. അതൊരു വിശുദ്ധ വീഡിയോ ആണ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 9645333999 അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ വാട്സപ്പ് നമ്പറുമാണ്. അല്ലാതെ എന്നെ വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതാ ഈ നാരായണീയത്തിൻ്റെ ശ്ലോകം അതിമനോഹരമായി പാടുകയാണ്. ആരാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതിമനോഹരമായി പാടുകയാണ്. നിങ്ങൾ കേട്ടുകൊള്ളൂ, എന്നിട്ട് ഞാൻ പഠിപ്പിക്കാം. रुद्राभिसृष्टभयदाकृति रुद्रसङ्घसम्पूर्यमाण भुवनत्रयभीतचेता मा प्रजाः सृजतपश्चर मङ्गलाये त्याचष्टतं कमलभूर्भवदीरितात्मा. അപ്പോൾ ഞാനത് വായിക്കാം. നോക്കേ. രുദ്രാഭി സൃഷ്ട ഭയദാകൃതി രുദ്രസംഘ സമ്പുര്യമാണ ഭുവനത്രയ ഭീതചേത മാ പ്രജാസൃജ തപച്ചര മംഗളായേത്യാചഷ്ടദം കമലഭൂർ ഭവധീരിതാത്മാ. അർത്ഥം എഴുതിക്കൊള്ളൂ. രുദ്രാഭിസൃഷ്ടയ അർത്ഥം രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട ഭയദാകൃതി അർത്ഥം ഭയമുണ്ടാക്കുന്ന ആകൃതിയുള്ള രുദ്രസംഘ അർത്ഥം രുദ്രന്മാരുടെ സംഘത്തിൽ സമ്പൂര്യമാണ അർത്ഥം നിറയ്ക്കപ്പെട്ട ഭുവനത്രയ മൂന്ന് ലോകങ്ങളെയും കണ്ടിട്ട് ഭീതചേത ഭയന്ന മനസ്സുള്ളവനായി മാ അരുത് പ്രജാസൃജ പ്രജകളുടെ സൃഷ്ടി തപച്ചര അർത്ഥം തപസ് ചെയ്യുക മംഗളായേ അർത്ഥം മംഗളത്തിനു വേണ്ടി ഇതി ആജഷ്ട അതായത് ഗ്രന്ഥത്തിൽ ത്യാജിഷ്ട എന്നാണ്. അത് യഥാർത്ഥത്തിൽ ഇതി ആജഷ്ട അർത്ഥം എന്നു പറഞ്ഞു. കമലഭൂർ അർത്ഥം ബ്രഹ്മാവ്. കമലഭൂർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അല്ലേ. തം അവനോട് ഭവധീരിതാത്മാ അർത്ഥം ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട ആത്മാവോടുകൂടിയ അതായത് രുദ്രനാൽ സൃഷ്ടിക്കപ്പെട്ടവരും ഭയമുളവാക്കുന്ന ആകൃതി ഉള്ളവരുമായ രുദ്രസംഘത്താൽ മൂന്ന് ലോകങ്ങളും നിറയുന്നതായി കണ്ട് ബ്രഹ്മാവ് ഭയന്നുപോയി. അങ്ങനെ ഭയന്നുപോയ ബ്രഹ്മാവ് ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രേരണ കൊണ്ട് ആ രുദ്രനോട് പ്രജകളെ സൃഷ്ടിക്കേണ്ട എന്ന് പറയുകയും ലോകമംഗളത്തിന് വേണ്ടി തപസ് ചെയ്യാൻ പറയുകയും ചെയ്തു. അപ്പൊ രുദ്രൻ കുറെ പേരെ സൃഷ്ടിച്ചു. അതെല്ലാം ഭയമുള്ള ആകൃതി ഉണ്ടാക്കുന്നവരാണ്. അവരെ കൊണ്ട് മൂന്ന് ലോകങ്ങളും നിറഞ്ഞു. അതോടെ ബ്രഹ്മാവ് ഭയന്നുപോയി. ഈ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രേരണയാല്, അതായത് കൃഷ്ണന്റെ പ്രേരണയാല് ബ്രഹ്മാവ് എന്തു ചെയ്തു? ഇവരോട് അരുതേ ഇനി സൃഷ്ടി നടത്തരുതേ, നിങ്ങൾ ലോകത്തിന്റെ മംഗള കർമ്മത്തിന് വേണ്ടി തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു. അതായത് പ്രജാസൃഷ്ടി ചെയ്യാനുള്ള ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ പരിശ്രമം
പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാര് ആദ്യം ജനിച്ചത് അവരാണ്. ആദ്യം ജനിച്ചത് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്ന് വന്ന മാനസപുത്രന്മാരായ സനകാദികളാണ്. അവരോട് പ്രജാസൃഷ്ടി നടത്താൻ പറഞ്ഞപ്പോൾ അവരത് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് ശുദ്ധമായ മനസ്സോടുകൂടി ഇരുന്നപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നാണ് ഇവർ ജനിച്ചത്. അതുകൊണ്ട് ഇവര് സത്വഗുണമുള്ളവരാണ്. സൃഷ്ടി നടത്തുക എന്ന് പറഞ്ഞാൽ രജോ ഗുണമുള്ളതാണ്. അപ്പൊ സനകാദികൾക്കൊരിക്കലും ഈ രജോ ഗുണമുള്ള സൃഷ്ടി നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അവര് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞു. അങ്ങനെ പ്രജകളെ സൃഷ്ടിക്കാൻ സനകാദികളോട് പറഞ്ഞപ്പോൾ സനകാദികൾ അതിനെ നിരസിച്ചപ്പോൾ ബ്രഹ്മാവിന് കോപമുണ്ടായി. ആ കോപത്തിൽ നിന്നാണ് ആര് ജനിച്ചിരിക്കുന്നത്? രുദ്രൻ ജനിച്ചത്. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. രുദ്രൻ ജനിച്ചിരിക്കുന്നത് ഏതിൽ നിന്നാണ്? കോപത്തിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായും കോപത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു പുത്രൻ തമോ ഗുണപ്രധാനനായിരിക്കും. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നാമാനി മേ കുരുപദ നീ ച ഹാ വിരിഞ്ച എന്ന് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടാണ് ജനനം. അല്ലയോ വിരിഞ്ച, എനിക്ക് പേരുകൾ നൽകൂ, വസിക്കാൻ സ്ഥലം നൽകൂ എന്ന് പറഞ്ഞ് രോദനം ചെയ്ത് ജനിച്ചത് കൊണ്ടാണ് രുദ്രൻ എന്ന പേര് കിട്ടിയത്. അല്ലേ? അപ്പോൾ ബ്രഹ്മാവ് ഈ രുദ്രന് 11 രൂപം കൊടുത്തു, 11 നാമം കൊടുത്തു, 11 ഭാര്യമാരെയും കൊടുത്തു, വസിക്കാൻ 11 സ്ഥലവും കൊടുത്തു. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇല്ലേ? ബ്രഹ്മാവ് 11 രൂപം കൊടുത്തു. ഓരോ രൂപത്തിനും ഓരോ പേര് കൊടുത്തു. അവർക്ക് താമസിക്കാൻ ഓരോ സ്ഥലങ്ങളും ബ്രഹ്മാവ് കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷം ബ്രഹ്മാവ് പറഞ്ഞു, ഹേ രുദ്ര, പ്രജകളെ സൃഷ്ടിക്കാനുള്ള എൻ്റെ ആദ്യത്തെ ആവശ്യം എൻ്റെ മാനസപുത്രന്മാരായ സനകാദികൾ തള്ളിക്കളഞ്ഞു. ഇനി എൻ്റെ അഭയം നീയാണ്. അതുകൊണ്ട് അല്ലയോ രുദ്ര, നീ പ്രജാസൃഷ്ടി നടത്തുന്നതിൽ എന്നെ സഹായിക്കണം. നീ പ്രജകളെ സൃഷ്ടിക്കണം. അപ്പൊ സനകാദികളെ കണക്ക് ഒരിക്കലും എനിക്ക് പ്രജകളെ സൃഷ്ടിക്കാൻ പറ്റില്ല എന്ന് രുദ്രൻ പറഞ്ഞില്ല. പകരം രുദ്രൻ പറഞ്ഞു, അങ്ങനെയാകട്ടെ പിതാവേ, ഞാൻ ഇപ്പൊ തന്നെ സൃഷ്ടി ആരംഭിച്ചേക്കാം. അങ്ങനെ എന്തു ചെയ്തു? രുദ്രൻ തൻ്റെ രൂപവും തൻ്റെ സ്വഭാവവുമുള്ള സന്താനങ്ങൾക്ക് ജന്മം നൽകാൻ തുടങ്ങി, സൃഷ്ടി നടത്താൻ തുടങ്ങി. ഇല്ലേ? സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മൾ ഒരു പിതാവിൻ്റെ സ്വഭാവ വിശേഷങ്ങൾ പുത്രന്മാരിൽ ഉണ്ടാകും. അത് തികച്ചും സ്വാഭാവികമാണ്. അപ്പൊ രുദ്രൻ ജനിച്ച അല്ലെങ്കിൽ രുദ്രൻ സൃഷ്ടിച്ച ഈ പ്രജകളൊക്കെ രുദ്രന്റെ സ്വഭാവവും രുദ്രന്റെ രൂപവും ഭയങ്കര തമോ ഗുണവും ഉള്ളവരാണ്. കാരണം രുദ്രൻ തന്നെ ബ്രഹ്മാവ് കോപിച്ചപ്പോൾ ജനിച്ച ആളാണ്. അതുകൊണ്ട് രുദ്രനിൽ തമോ ഗുണമാണ്. അപ്പൊ തമോ ഗുണമുള്ള ഒരാള് സൃഷ്ടി നടത്തി കഴിഞ്ഞാൽ അവരുടെ മക്കളും എങ്ങനായിരിക്കും? തമോ ഗുണമുള്ളവരായിരിക്കും. അങ്ങനെ തമോ ഗുണമുള്ള മൂർത്തികളെ കൊണ്ട് 3 ലോകവും നിറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ രുദ്രനും രുദ്രന്റെ ഭൂതഗണങ്ങളും, അതാണ് അതിന്റെ സത്യം. രുദ്രനും രുദ്രന്റെ ഭൂതഗണങ്ങളും. ആ ഭൂതഗണങ്ങൾക്ക് ഒരു സ്നേഹവും വാത്സല്യവും ഒന്നുമില്ല. കാരണം അവര് മൊത്തം തമോ ഗുണമാണ്. അപ്പൊ ബ്രഹ്മാവ് നോക്കിയപ്പോഴോ രുദ്രൻ പടപടപടപടപടാന്നങ്ങ് പ്രജാസൃഷ്ടി നടത്തിയാണ്. ഒടുവിൽ 3 ലോകങ്ങളും രുദ്രനെ പോലുള്ള ആൾക്കാർ എല്ലാം തമോ ഗുണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രുദ്രനും രുദ്രന്റെ ഭൂതഗണങ്ങളെയും കൊണ്ട് ഈ 3 ലോകങ്ങളും നിറഞ്ഞു കവിഞ്ഞു. ഇത് കണ്ട് ബ്രഹ്മാവ് ഭയന്നുപോയി. അപ്പോൾ എന്താണ് ഈ പ്രപഞ്ച സൃഷ്ടി എന്ന് പറഞ്ഞാൽ? അതിനു മുമ്പുള്ള പൂർവകൽപ്പത്തിനെ പോലെ വേണം. നമ്മൾ പഠിച്ചതാണ് അല്ലേ? അതായത് കുറേ വർഷം കഴിയുമ്പോൾ പ്രളയം വന്ന് എല്ലാം നശിക്കും. അതിനുശേഷമാണ് ഒന്നേന്ന് തുടങ്ങുന്നത്. പക്ഷെ കഴിഞ്ഞ ജന്മത്ത് ആരൊക്കെയാണോ ആദ്യം വന്നത് അതുപോലെ വേണം ഇവിടെയും വരേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിതേ കണക്ക് 3 ലോകവും ഭൂതങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടില്ലായിരുന്നു പ്രളയത്തിന് മുമ്പുള്ള ഘട്ടത്തില്. അപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ബ്രഹ്മാവാകപ്പാടെ ഭയന്നു പോയി. കാരണം 3 ലോകങ്ങളിലും ഭൂതം,
പ്രപഞ്ച സൃഷ്ടിയുടെ താളം തന്നെ തെറ്റിപ്പോകും. ഇതിനു മുമ്പുള്ള പ്രളയത്തിന് മുമ്പുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഭൂതഗണങ്ങൾ ഇല്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് മഹാവിഷ്ണു ബ്രഹ്മാവിനെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചു. ആ മഹാവിഷ്ണുവിന്റെ പ്രേരണ കൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു, രുദ്ര വേണ്ട വേണ്ട, അരുത് അരുത്, ഇനി നീ പ്രജകളെ സൃഷ്ടിക്കരുതേ രുദ്ര, ഇനി നീ പ്രജകളെ സൃഷ്ടിക്കരുതേ രുദ്ര എന്ന് പറഞ്ഞു. അങ്ങനെ രുദ്രനെ വിലക്കി, രുദ്രൻ സൃഷ്ടി നിർത്തി. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, അതായത് വിഷ്ണുവിന്റെ പ്രേരണയാൽ പറഞ്ഞു, നോക്കൂ, നീ ഇന്നു മുതൽ സൃഷ്ടിയൊക്കെ നിർത്ത്, നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട, കാരണം നിന്നിൽ തമോ ഗുണം മുറ്റി നിൽക്കുകയാണ്. അതുകൊണ്ട് അല്പം സ്വാത്വിക ഗുണം ലഭിക്കുന്നതിന് വേണ്ടി, മംഗളത്തിന് വേണ്ടി നീ തപസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ തപസ് ചെയ്ത് രുദ്രന്റെ തമോ ഗുണം കുറയ്ക്കാനുള്ള ശ്രമമാണ്. ഇന്നും നമുക്കറിയാം, രുദ്രൻ ശിവഭഗവാൻ ഒക്കെ മുൻകോപമാണ്, പെട്ടെന്ന് കോപം വരും അല്ലേ? എങ്ങനെ തപസ് ചെയ്ത് സ്വാത്വിക ഗുണം കിട്ടിയിട്ട് പോലും അപ്പൊ ആ തപസ് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കേ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഇപ്പൊ തന്നെ 3 ലോകങ്ങളും ഭൂതഗണങ്ങളെ കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട രുദ്ര, നീ ഇനി പ്രജകളെ സൃഷ്ടിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ലോക നന്മയ്ക്ക് വേണ്ടി, മംഗളത്തിന് വേണ്ടി നീ തപസ് ചെയ്യൂ, അതാണ് ഏറ്റവും ഉചിതമെന്ന് പറഞ്ഞു. അങ്ങനെ രുദ്രൻ ലോക നന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ 3 ലോകങ്ങളും ഭൂതഗണങ്ങളെ കൊണ്ട് നിറഞ്ഞത്. ഇവിടൊക്കെ വിഷ്ണു ഭഗവാൻ ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ നമ്മളെപ്പോലുള്ള പ്രജകൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഭൂമിയിൽ വരുത്തില്ലായിരുന്നു. എല്ലാം നാരായണന്റെ ലീലകളാണ്. ഭൂതഗണങ്ങളെ സൃഷ്ടിപ്പിച്ചതും നാരായണൻ. അതെ, ആ ഭൂതഗണങ്ങളുടെ സൃഷ്ടി നിർത്താൻ പറഞ്ഞതും നാരായണൻ. സർവവും നാരായണൻ. നാരായണ രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.